ഫോർഡ് കമ്പനി ഇന്ത്യ വിട്ടിട്ട് ഏകദേശം 3 വർഷങ്ങൾ കഴിയുന്നു. കമ്പനി ഇന്ത്യ വിട്ടതു മുതൽ കേൾക്കുന്ന കാര്യമാണ് ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്ന്. കഴിഞ്ഞ ഒരു വർഷമായി റൂമറുകളും ധാരാളമായി കേൾക്കുന്നതാണ് ഫോർഡ് കമ്പനി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുവെന്ന്. അപ്പോഴൊന്നും ഒഫീഷ്യലായിട്ട് കമ്പനി തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ അതിനൊരു നിഗമനം വന്നിട്ടുണ്ട്. ഫോർഡ് കമ്പനിയുടെ ഒഫീഷ്യൽസ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ കാണുകയും റീസ്റ്റാർട്ട് പ്രോജക്ടിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർഡ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കെ ഹാർഡ് ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഒഫീഷ്യലായി തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ചെന്നൈയിലുള്ള ഫോർഡിന്റെ പ്ലാന്റിനെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മാനുഫാക്ചറിംഗ് തുടങ്ങുവാൻ തന്നെയാണ് ഫോർഡിന്റെ തീരുമാനം. മാത്രമല്ല ഫോർഡ് ഇവിടെ നിന്ന് മാനുഫാക്ചറിംഗ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 12,000 മുകളിലുള്ള എംപ്ലോയീസ് ഫോർഡിന്റെ ബിസിനസ് സൊല്യൂഷന്റെ ഭാഗമാണ്. ഇപ്പോഴും എക്സ്പോർട്ടിംഗ് രംഗത്ത് വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് കാർ മാനുഫാക്ചേഴ്സിന്റെ ഇടയിൽ ഫോർഡ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. ചെന്നൈയിലെ പ്ലാന്റിൽ ആദ്യമായി നിർമ്മിക്കാൻ പോകുന്നത് ഫോർഡിന്റെ എവറസ്റ്റും ലേറ്റസ്റ്റ് വെർഷൻ എൻഡേവറുമാണ്. മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിന് വേണ്ടി ഇലക്ട്രിക് കാറുകളെ മാനുഫാക്ചർ ചെയ്യുന്നത് ചെന്നൈയിലെ പ്ലാന്റിലായിരിക്കും. ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉടൻ തന്നെ അഫോർഡബിൾ സെഗ്മെന്റിലുള്ള കാറുകൾ മാനുഫാക്ചറിംഗ് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ മോഡലുകളെ മാനുഫാക്ചറിംഗ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നതും ഇന്ത്യൻ വിപണിയിൽ വിൽക്കുന്നതുമായിരിക്കും അവർക്ക് സേഫ് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ പറയാനുള്ള മുഖ്യമായ കാരണം ടൊയോട്ടോ ഫോർച്യൂണർ അല്ലെങ്കിൽ നിസാൻ എക്സ്ട്രെയിൽ പോലുള്ള വാഹനങ്ങൾ ഓൾറെഡി 50 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ വിറ്റുപോകുന്നവയാണ്. ഫോർഡ് ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് ചെയ്ത് ഈസി ആയിട്ട് ഈ സെഗ്മെന്റിലുള്ള വാഹനങ്ങളുമായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യാം. ഇപ്പോഴും ഫോർഡ് എൻഡേവറിനോടുള്ള ഇന്ത്യക്കാരുടെ ഫാൻ ബേസ് തന്നെയാണ് ഫോർഡിനെ ഇങ്ങനെയൊരു കാരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. എന്തായാലും ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരിക തന്നെയാണ്. ഏതൊക്കെ മോഡലുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിന് വ്യക്തത വന്നില്ലെങ്കിലും ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് ചെയ്ത് എക്സ്പോർട്ടിംഗ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യത്തിന് തീരുമാനമായി. ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്നതിനെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്താണ്? ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ പറയുക. എല്ലാവർക്കും വണക്കം.